ഗൈസ്, ഇന്നലെ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ചേട്ടന് കിട്ടിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡും പാലുമാണ്. അപ്പോൾ എൻ്റെ കാപ്പി ചേട്ടന് കൊടുത്തു, ചേട്ടൻ്റെ ബ്രെഡും പാലും എനിക്ക് തന്നു. അപ്പോൾ നമുക്ക് അത് വെച്ചിന്നൊരു ഗുലാബ് ജാം ഉണ്ടാക്കി നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ഈ ബ്രെഡ് വെച്ചാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ബ്രെഡിന് നമ്മുടെ സൈഡിലുള്ള ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബോർഡർ അത്ര നമ്മൾ എല്ലാ ബ്രെഡും നമ്മൾ അങ്ങനെ ഇട്ടോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ പാല്. ആദ്യം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഞാൻ ബ്രെഡിനെയൊക്കെ നന്നായിട്ട് പൊടിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ പാലൊഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ചിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പാല് കൂടിക്കഴിഞ്ഞാൽ ഇത് വേകാനും പാടാണ്. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഗുലാബ് ജാമിൻ്റെ ബോൾസ് ആക്കി എടുക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. നമുക്കിതിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഓരോ ബോൾസ് ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം. നമ്മുടെ ബോൾസ് ഒക്കെ ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ നോക്കൂ, ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു നല്ല പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്കിനി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിനെയും കോരിയെടുക്കാം. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയോ കുങ്കുമപ്പൂവോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം എല്ലാ ബോൾസും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കുറച്ച് നേരം അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമുക്കിനി തുറന്ന് നോക്കാം. വാവ്, നല്ല ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാം റെഡി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബൈ.